വർഷം മുൻപ് അധികാരികളുടെ വാക്കുകേട്ട് ഈ വയോധികരവരുടെ പഴകിയ വീട് പൊളിച്ചു മാറ്റി. അടച്ചുറപ്പുള്ള വീട്ടിൽ ഇനി കഴിയാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിന്നും പടിയിറങ്ങി. എന്നാൽ ഇതുവരെയും ഈ സ്വപ്നഭവനം അടിത്തറയിൽ നിന്നും ഉയർന്നു പൊങ്ങിയിട്ടില്ല. PMAY ഫണ്ട് കേന്ദ്രം നൽകിയില്ല എന്ന മറുപടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കുഞ്ഞിരാമനും ശാരദയ്ക്കും ലഭിച്ചത്. വന്നിട്ട് പൊളിച്ചോ, നിങ്ങൾക്ക് വീട് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ പൊളിച്ചിട്ടാകുമ്പം ഫസ്റ്റ് ഗഡു കിട്ടണ്ടേപ്പാ. അത് കിട്ടാൻ വേണ്ടി പോയാൽ അവർ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ബ്ലോക്കിലെത്ത വീടാ പാസ്സായിട്ടില്ല, ലൈഫിൻ്റെതല്ല, അതുകൊണ്ട് അത് ഫണ്ടില്ലാടെ ഫണ്ട് കിട്ടിയാൽ ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും മാസം തോറും ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരതന്നെ പറയുന്നത്. ഞാൻ തൊഴിലുറപ്പ് ജോലിക്ക് മാത്രമേ പോകാൻ കഴിയുന്നില്ലൂ, വേറെ പണിക്കൊന്നും പോകാനില്ല. ഇയാളെ കൊണ്ട് എവിടെ പോകാനും കയ്യിൽ എനിക്ക് കയ്യിലുമില്ല. ആ പെൻഷൻ കിട്ടുന്നതിനെ കൊണ്ട് അതും കൊണ്ട് നമ്മൾ ഇങ്ങനെ മൊത്തം ജീവിച്ച് പോകുന്നു. രോഗിയായ കുഞ്ഞിരാമന് ലഭിക്കുന്ന പെൻഷൻ മരുന്ന് വാങ്ങാൻ മാത്രമേ തികയുന്നുള്ളൂ. ഒരു ദിവസമെങ്കിലും സ്വന്തം വീട്ടിൽ കിടക്കണമെന്നതാണ് ഈ വൃദ്ധന്റെ ആഗ്രഹം. അവിടെ ഒന്നും സൗകര്യമില്ല. നിങ്ങൾക്ക് കാണിച്ച റൂം ഒരു കട്ടിൽ വെക്കുന്ന സ്ഥലം മാത്രം ഉണ്ടാണ്. അതിന് ഈ പൈസ വാടക. ആദ്യ ഗഡുവെങ്കിലും ലഭിച്ചാൽ ചുമരോളമെങ്കിലും പണി പൂർത്തിയാക്കാമെന്ന വിശ്വാസത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അധികൃതർ ഇനിയും ന്യായങ്ങൾ തിരയുന്ന തിരക്കിലാണ്. ഒരു ദിവസമെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിഞ്ഞുകൂടണമെന്ന ആഗ്രഹം മാത്രമേ ഈ വൃദ്ധ ദമ്പതികൾക്കുള്ളൂ. തങ്ങൾക്ക് മുൻപിലെത്തുന്ന ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറയുന്ന ഭരണാധികാരികളുള്ള നമ്മുടെ നാട്ടിലാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ അവഗണന തുടരുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.